Welcome back, my dear students, on a new lecture on matrix theory. നമ്മൾ homogeneous and non-homogeneous system സൊല്യൂഷൻസിനെ കുറിച്ചായിരുന്നു പറയുന്നത്. So in this video we will discuss some problems. So question: show that the equations 2x plus 3y plus z is equal to 9, x plus 2y plus 3z is equal to 6, 3x plus y plus 2z is equal to 8 are consistent and find the solution. ഈ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്നും ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ സൊല്യൂഷൻ ഈസ്, സോ ഫസ്റ്റ് നമ്മൾ ഇതിനെ എക്സ് ഇസ് ഈക്വൽ ടു ബി എന്നുള്ള ഫോം. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് ഇസ് ഈക്വൽ ടു ബി. ദ മെട്രിക്സ് എ ഈസ് ആക്ച്വലി ഫസ്റ്റ് മെട്രിക്സിന്റെ കോഎഫിഷ്യൻസ് എടുക്കുക. ഫസ്റ്റ് ഇക്വേഷന്റെ 2, 3, 1, second equation coefficient 1, 2, 3, third equation coefficient 3, 1, 2, and x is equal to, here variables x, y, z, and b is equal to 9, 6, 8. എപ്പോഴും ഈ ഓർഡർ കീപ്പ് ചെയ്യുക. നൗ അടുത്തതായിട്ട് ഓഗുമെന്റഡ് മെട്രിക്സ് എഴുതുക. ഓഗുമെന്റഡ് മെട്രിക്സ് ഈസ് is 2 matrix AB another, which is 2, 3, 1, 9, 1, 2, 3, 6, 3, 1, 2, 8. ഇതാണ് ഓഗുമെന്റഡ് മെട്രിക്സ്. ഓക്കെ, ഇനി ഓഗുമെന്റഡ് മെട്രിക്സ് റാങ്ക് കണ്ടുപിടിക്കണം. എപ്പോഴും നമ്മൾ എക്കലോൺ ഫോമിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. സോ എക്കലോൺ ഫോമിലാക്കാൻ വേണ്ടി ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി വിച്ച് ഈസ് 2 അതിനെ 1 ആക്കണം. സോ ഇൻ ദ ഈസിയസ്റ്റ് വേ ഈസ് 2 - 1 ഈസ് 1. നിങ്ങൾ എപ്പോഴും ഡിവിഷൻ ചെയ്യാൻ നോക്കാതെ വേറെ ഏതെങ്കിലും പ്രോസസ്സിലൂടെ 1 ആക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. 2 - 1 ഈസ് 1. ഓക്കെ, സോ ദാറ്റ് ഈസ് R1 ഇംപ്ലൈസ് R1 - R2. R1ന്റെ 2നെ R2ന്റെ 1ഉമായിട്ട് കുറച്ചാൽ 1 കിട്ടും. സോ ദിസ് ഈസ് ഈക്വലന്റ് ടു 2 - 1 is 1, 3 - 2 is 1, 1 - 3 is -2, 9 - 6 is 3. സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമൊന്നുമില്ല. 1, 2, 3, 6, 3, 1, 2, 8. ഓക്കെ, നെക്സ്റ്റ് പിവട്ട് എലമെന്റ് കിട്ടി. താഴത്തെ രണ്ട് എൻട്രീസും 0 ആക്കണം. ഇത് 0 ആകാൻ വേണ്ടി 1 - 1 ചെയ്താൽ മതി. ഓക്കെ, സോ ഈ R2നെ R1ഉമായിട്ട് കുറച്ചാൽ യു ഗെറ്റ് ദിസ് എൻട്രി ആസ് 0. ഇതിനെ 0 ആക്കാൻ വേണ്ടി ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. എപ്പോഴും പിവട്ട് എലമെന്റ്സ് വെച്ച് താഴത്തെ എൻട്രി 0 ആക്കാം. ഓക്കെ, സോ വാട്ട് വി ഹാവ് ഗോയിങ് ടു ഡു ഈസ് R2 ഈസ് R2 - R1. ഓക്കെ, ഇങ്ങനെ R2 - R1 ആൻഡ് R3 ഈസ് ആക്ച്വലി R3 - 3R1. So R3 is R3 - 3R. Okay. So the corresponding matrix is, first റോയ്ക്ക് വ്യത്യാസമില്ല. 1, 1 - 2, 3. 1, 1 - 2, 3. സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമുണ്ട്, കുറച്ചു. 1 - 1 is 0. 2 - 1 is 1. 3 - 2 is actually 5. 6 - 3 is 3. So 1 - 1 is 0. 2 - 1 is 1, 3 - -2. ഓക്കെ, R1. സോ ഇവിടെ ചെയ്തത് R2 ഇംപ്ലൈസ് R2 - R1 ആണ്. സോ 3 - -2 വിച്ച് ഈസ് 5. നെക്സ്റ്റ് ഈസ് 6 - 3 വിച്ച് ഈസ് 3. ഓക്കെ, ഇവിടെ ചെയ്തത് R3 - 3R1. സോ 3 - 3 ഈസ് 0. ഇവിടെ R3 - 3R1. 1 - 3 ഈസ് -2. So 1 - 0 - 2, 1 - 3. Next is 2 - 3 into -2. So 2 - 3 into -2, which is 2 + 6 എന്ന് കിട്ടും, which is 8. Next is 8 - 2 into 3. 8 - 6 എന്ന് കിട്ടും. 8 - 6 is 2. So ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ലാസ്റ്റ് എൻട്രി ഈസ്, ദിസ് ഈസ് നമുക്ക്
നമ്മൾ ചെയ്തത് R3 minus 3R1 ആണ്. So 8 minus 3 into 3. 8 minus 9 which is minus 1. Okay. ഓരോ എൻട്രിയും ചെക്ക് ചെയ്ത് മാത്രം മുന്നോട്ട്. സോ ഫസ്റ്റ് എൻട്രി 1, താഴത്തെ എൻട്രി 0. സെക്കൻഡ് കോളത്തിലെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്. സോ അതിൻ്റെ താഴത്തെ മേളത്തെ എൻട്രീസ് 0 ആക്കണം. സോ ഇത് 0 ആക്കാൻ വേണ്ടി ഈ പിവറ്റ് എലമെന്റിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് R3യുടെ എൻട്രി 0 ആക്കാൻ വേണ്ടി R3 plus 2 R2 ചെയ്താൽ മതി. ഓക്കെ. ഇനി ഇത് 0 ആക്കാൻ വേണ്ടി കുറച്ചാൽ മതി. സോ R1ലെ എൻട്രി 0 ആക്കാൻ വേണ്ടി R1 മൈനസ് R2 ചെയ്താൽ മതി. ഓക്കെ. സോ ദിസ് ഈസ് 1 0 0. 1 minus 0 is 0. So 1 minus 0 is 1. Next is R1 minus R2 അല്ലേ ചെയ്യുന്നത്. 1 minus 1 is 0. Minus 2 minus 5 which is minus 7. 3 minus 3 is 0. Okay. Next is സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമില്ല. തേർഡ് റോയ്ക്ക് നമ്മൾ വ്യത്യാസപ്പെടുത്തിയത് R3 plus 2 R2. So 0 plus 2 into 0 which is 0. Minus 2 plus 2 into 1 is minus 2 plus 2 0. 8 plus 2 into 5. 8 plus 10 എന്ന് കിട്ടും which is 18. അടുത്തത് minus 1 plus 2 into 3. Minus 1 plus 6 എന്ന് കിട്ടും. Minus 1 plus 6 is 5. Next, this entry should be equal to 1. അടുത്ത തേർഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആയിരിക്കണം. സോ അതിനു വേണ്ടി 18 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സോ R3 implies R3 by 18. സോ ഫസ്റ്റ് റോയ്ക്ക് വ്യത്യാസമില്ല. 1 0 minus 6 7 0. സെക്കൻഡ് റോയ്ക്ക് വ്യത്യാസമില്ല. 0 1 5 3. തേർഡ് റോയ്ക്ക് വ്യത്യാസമുണ്ട്. 18 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0 0 1 5 by 18. ഓക്കെ. ഇനി അടുത്തത് ഈ 1 കൊണ്ട് മേളത്തെ എൻട്രീസ് എല്ലാം 0 ആക്കുക. 1 കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എൻട്രി 0 ആക്കുക. ഈ 5 0 ആക്കാൻ വേണ്ടി ദ ഈസിയസ്റ്റ് വേ ഈസ് 1 ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കുറയ്ക്കുക. സോ R2 implies R2 minus 5 R3. പിവറ്റ് എലമെന്റ് കൊണ്ടായിരിക്കണം 0 ആക്കണം. ഈ 7നെ 0 ആക്കാൻ വേണ്ടി ഇതിനെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. സോ R1 മൈനസ് R1ലെ എൻട്രി 0 ആക്കാൻ വേണ്ടി R1 plus 7 R2. Okay, so we get 1 plus 7 into third entry. 1 plus 7 into 0 is 1. 0 plus 7 into 0 is 0. Minus 7 plus 7 into 0 is 0. 0 plus 7 into 5 by 18. That is 35 by 18. So 35 by 18 കിട്ടി. നെക്സ്റ്റ് ഈസ് സെക്കൻഡ് റോയിലെ എൻട്രി 0 ആക്കാൻ വേണ്ടി ഇതിനെ 5 കൊണ്ട് തേർഡ് റോയിലെ എൻട്രിയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കും. 0 minus 5 into 0 is 0. 1 minus 5 into 0 is 0. 5 minus 1 into 5 is 5 minus 5 is 0. Next is 3 minus 5 into 5 by 80. That is 3 minus 25 by 80. So this is 54 minus 25 by 80. That is 29 by 80. So 29 by 18. Last entry is 0 0 1 5 by 80. Okay, this is the matrix. ഇപ്പോൾ ഈ എൻട്രി 1 ആണ്. സോറി. ഇപ്പോൾ ഈ മാട്രിക്സ് എക്കലോൺ ഫോമിലായി. പിവറ്റ് എലമെന്റ്സിന്റെ താഴെ ബാക്കി കണ്ടെയ്ൻ ചെയ്യുന്ന കോളത്തിലെ ബാക്കി എൻട്രി 0 ആണ്. ലാസ്റ്റ് വരുന്ന കോളം 0 ആണ്. ലാസ്റ്റ് വരുന്ന 0 റോസ് ഉണ്ടെങ്കിൽ അത് ഏറ്റവും താഴെയാണ് വരുന്നത്. പിവറ്റ് എലമെന്റ്സ് മുകളിലും പിന്നീട് എല്ലാം അതിന്റെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. സോ ദിസ് ഈസ് ഇൻ ദ എക്കലോൺ ഫോം. സോ ദിസ് ഈസ് ഇൻ ദ എക്കലോൺ ഫോം. അപ്പോൾ എക്കലോൺ ഫോമിലായി കഴിഞ്ഞാൽ സോ ഇത് എക്കലോൺ ഫോമിലായതുകൊണ്ട് ഇതിൻ്റെ റാങ്ക് ഓഫ് AB ഈസ് ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ്. ഇവിടെ 3 നോൺ സീറോ റോസ് ഉണ്ട്. സോ റാങ്ക് ഈസ് ഈക്വൽ ടു 3. ഇതിൻ്റെ അകത്തു നിന്ന് ലാസ്റ്റ് കോളം എലിമിനേറ്റ് ചെയ്ത് കളയുന്ന ബാക്കിയുള്ള മെട്രിക്സ് ആണ് എയുടെ എക്കലോൺ ഫോം. ഓക്കെ. സോ ഇത് എലിമിനേറ്റ് ചെയ്ത് കളയുമ്പോൾ ബാക്കി ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അതിൻ്റെ അകത്ത് 3 നോൺ സീറോ റോസ് ഉണ്ട്.
So rank of A should be equal to 3. And this is ഇത് രണ്ടും സെയിം ആണ്. So which means system is consistent. Okay. And also this rank AB is equal to rank A is equal to number of variables. ഇവിടെ 3 വേരിയബിൾസ് ആണ് ഉള്ളത്. Which is equal to 3. So consistent ആണ്, unique solution. So this system has a unique solution. Now എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? അതാണ് നെക്സ്റ്റ് ചോദ്യം. ഈ സൊല്യൂഷൻ നമ്മൾ എയുടെ സ്ഥാനത്ത് ഇത് റീപ്ലേസ് ചെയ്യുക, ബിയുടെ സ്ഥാനത്ത് ഇത് റീപ്ലേസ് ചെയ്യുക. സോ റീപ്ലേസിംഗ് Ax is equal to B, we get 1 0 0 0 1 0 0 0 1 x y z is equal to 35 by 18, 29 by 18, 5 by 18. That is x is equal to 35 by 18, y is equal to 29 by 18, z is equal to 5 by 18. This is the solution. So we have found the solution. Moving on to the next problem. Next question. Find the values of a, b for which the system of equation x plus y plus z is equal to 3, x plus 2y plus 2z is equal to 6, x plus ay plus 3z is equal to b has no solution, unique solution, infinite solution. So ഇവിടെ നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. ഈ സിസ്റ്റത്തിന് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത രീതിയിലുള്ള എയുടെയും ബിയുടെയും വാല്യൂസ്, യുണീക് സൊല്യൂഷൻ ആവുന്ന രീതിയിലുള്ള എയുടെയും ബിയുടെയും വാല്യൂസ്, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഉള്ള രീതിയിലുള്ള എയുടെയും ബിയുടെയും വാല്യൂസ്. ഇത്തരം പ്രോബ്ലംസ് സാധാരണയായിട്ട് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള പ്രോബ്ലംസ് ആണ്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ. സോ നമ്മൾ Ax is equal to B എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ. Where A is first 1 1 1 coefficients എഴുതുമ്പോൾ 1 2 2 1 A 3 and x is x y z and b is 3 6 b. Okay. Now augmented matrix എഴുതുക. Augmented matrix AB is എയുടെ പുതിയൊരു കോളം ആഡ് ചെയ്ത് ലാസ്റ്റിൽ അത് ബി ആയിട്ട് ആഡ് ചെയ്യും. ഓക്കെ. സോ 1 1 1 3 1 2 2 6 1 A 3 B. ഇതാണ് augmented matrix. Now ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. ഓക്കെ. സോ നമ്മൾ റാങ്ക് കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് പിവട്ട് എലമെൻ്റ് ആണ്. സോ ഇവിടെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആണ്, വിച്ച് ഈസ് ദ പിവട്ട് എലമെൻറ്റ്. ഇനി താഴത്തെ എൻട്രീസ് 0 ആക്കും. ഇത് 0 ആക്കാൻ വേണ്ടി കുറച്ചാൽ മതി. 1 - 1 is 0. ദിസ് ഈസ് 0 implies 1 - 1 is 0. സോ R2 implies R2 minus R1 and R3 implies R3 minus R1. Okay. So this is equivalent to first റോയ്ക്ക് വ്യത്യാസമില്ല 1 1 1 3. സെക്കൻഡ് റോയ്ക്ക് കുറച്ചു 1 - 1 is 0, 2 - 1 is 1, 2 - 1 is 1, 6 - 3 is 3. നെക്സ്റ്റ് ഇത് കുറയ്ക്കുമ്പോൾ 1 - 1 is 0, a - 1 is a - 1, 3 - 1 is 2, b - 3 is b - 3. So next is, അപ്പോൾ ഫസ്റ്റ് പിവട്ട് എലമെന്റ് താഴത്തെ എല്ലാം 0 ആയി. നെക്സ്റ്റ് പിവട്ട് എലമെന്റ് ഈസ് ദിസ് 1. ഇതിൻ്റെ മേളിൽ അത് 1 ആണ്. സോ മേളിലും താഴത്തെ എലമെന്റ് 0 ആക്കുക. ഇത് 0 ആക്കാൻ വേണ്ടി ഇത് തമ്മിൽ കുറച്ചാൽ മതി. 1 - 1. സോ R1 implies R1 minus R2. ഇത് 0 ആകാൻ വേണ്ടി ഇതിനെ a - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറച്ചാൽ മതി. സോ R3 ഈസ് R3 minus a - 1 R2. ഇതിനെ a - 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് a - 1 ആവും. a - 1 minus a - 1 is 0. ഓക്കെ. സോ R1 minus R2 ആണ് R1. സോ 1 - 0 is 1. 1 - 1 is 0. 1 - 1 is 0.
3 minus 3 is 0. Okay. R2 വ്യത്യാസമില്ല 0 1 1 3. R3 വ്യത്യാസമുണ്ട്. R3 is equal to R3 minus A minus 1 into R2. So 0 minus A minus 1 into 0 is 0. A minus 1 minus A minus 1 into 1. That is A minus 1 minus A minus 1 is 0. Next is 2 minus 1 into A minus 1. So 2 minus A plus 1 എന്ന് കിട്ടും. So 3 minus A എന്ന് കിട്ടും. 3 minus A. Next is നമ്മൾ B minus 3 minus 3 into A minus 1. ഇതിനെ A minus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കുറയ്ക്കുക. ഇതിൻ്റെ എൻട്രി മാസ് കിട്ടും. സോ B minus 3 minus 3A plus 2. So B minus 3A എന്ന് കിട്ടും. Okay. Now look at this matrix. ഈ matrix ഞാൻ നോക്കാം. Okay. ഇതിൻ്റെ അകത്തെ ഫസ്റ്റ് ദിസ് പാർട്ട് ഈസ് എയുടെ പാർട്ടാണ്. ദിസ് പാർട്ട് ഈസ് ബിയുടെ പാർട്ട്. ഓക്കെ. അപ്പോൾ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണെങ്കിൽ ദിസ് ഈസ് we can say that the system is consistent. Okay. So this is A and this is B. Now ഇതിൻ്റെ റാങ്കുകൾ ഇനിയും അടുത്ത സ്റ്റെപ്പ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ ഓഫ് 3 minus A. If 3 minus A is equal to 0, okay, that is A is equal to 3 ആണെങ്കിൽ നമുക്കപ്പോൾ മെട്രിക്സ് എ എന്നുള്ളത് 1 0 0 0 1 1 0 0 0 എന്ന് കിട്ടും. ഇത് എക്കിലോൺ ഫോമിലാണ്. സോ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഓക്കെ. ഇനി അപ്പോൾ ബി മൈനസ് 3A ഇത് 0 അല്ലെങ്കിൽ ഇപ്പോൾ ബി മൈനസ് 3A ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു എന്താണെങ്കിൽ 3A. ഓക്കെ. സോ ബി നോട്ട് ഈക്വൽ ടു ഇപ്പം ബി ഈസ് ഈക്വൽ ടു 3 ആണെങ്കിൽ എ ബി എന്നുള്ള മെട്രിക്സ് എന്ത് വരും? 1 0 0 0 0 1 1 0 0 0 0 0. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു 3 ആകുന്ന കേസിലാണ്. സോ ബി ഈസ് ഈക്വൽ ടു 9 ആകുമ്പോൾ സോ ആ കേസിൽ റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു എന്ത് തന്നെ കിട്ടും? 2 എന്ന് കിട്ടും. ഓക്കെ. സോ ആ കേസിൽ അത് കൺസിസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. ഓക്കെ. അപ്പം എ ഈസ് ഈക്വൽ ടു 3യും ബി ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്. ഓക്കെ. ഇനി തിരിച്ച് എ ഈസ് ഈക്വൽ ടു 3 അപ്പോൾ റാങ്ക് ഓഫ് എ 2 ആണ്. ഇനിയും ബി മൈനസ് 3A 0 അല്ലെന്ന് വെച്ചു. ബി മൈനസ് 3A നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ബി നോട്ട് ഈക്വൽ ടു 3A. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ നോട്ട് ഈക്വൽ ടു 9. ബി നോട്ട് ഈക്വൽ ടു 9 അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഈ എൻട്രി നോൺ 0 ആണ്. ഓക്കെ. ഈ എൻട്രി നോൺ 0 ആണ്, ഈ എൻട്രി 0 ആണ്. അപ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് മെട്രിക്സ് ബിക്കംസ് എ ബി എന്നുള്ള മെട്രിക്സ് 1 0 0 0 0 1 1 0 0 0 0 ബി മൈനസ് 3A. ഇങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് കിട്ടുന്നത്. ഓക്കെ. ഇതിനെ നമുക്ക് 1 ആക്കി ബി മൈനസ് 3A 0 അല്ലാത്തതുകൊണ്ട് ബി മൈനസ് 3 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ ദിസ് എൻട്രി ബിക്കംസ് 1. ഈ എൻട്രി 1 ആകും. സോ വിച്ച് മീൻസ് അപ്പോൾ എ ബിയുടെ റാങ്ക് ഓഫ് എ ബി ബിക്കംസ് 3 അല്ലേ? കാരണം ഇത് 0 അല്ല. 0 അല്ലെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ബി മൈനസ് 3 കൊണ്ട് ഡിവിഷൻ നടത്തിയാൽ ദിസ് മെട്രിക്സ് ബിക്കംസ് 1 0 0 0 0 1 1 0 0 0 0 1 എന്ന് കിട്ടും. ഓക്കെ. സോ നമ്മൾ എന്ത് ചെയ്താൽ R3 is equal to R3 divided by B minus 3A. ആ ഡിവിഷൻ പോസിബിൾ ആണെങ്കിൽ B minus 3A നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. സോ ആ കേസിൽ റാങ്ക് എയും റാങ്ക് എ ബിയും സെയിം അല്ല. സോ റാങ്ക് എ is equal to 2 not equal to rank 3. Rank AB is equal to 3. So ആ കേസിൽ എന്തല്ല?
കൺസിസ്റ്റന്റ് അല്ല. സോ നോട്ട് കൺസിസ്റ്റന്റ്. ഇനി റാങ്ക് എ 2 ആകുന്ന കേസ് എന്താണ്? എ ഈസ് ഈക്വൽ ടു 3 ആവും. ബി മൈനസ് 3a നോട്ട് ഈക്വൽ ടു 0 ആകുന്ന കേസ് എന്താണ്? ബി നോട്ട് ഈക്വൽ ടു 9. സോ ബി നോട്ട് ഈക്വൽ ടു 9 ആണെങ്കിൽ സിസ്റ്റം എന്തല്ല? കൺസിസ്റ്റന്റ് അല്ല. സോ എ ഈസ് ഈക്വൽ ടു 3 ആകുകയും ബി നോട്ട് ഈക്വൽ ടു 9 ആകുകയും ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിന് കൺസിസ്റ്റന്റ് അല്ല. ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ. ഇനി എ ഈസ് ഈക്വൽ ടു 3യും ബി ഈസ് ഈക്വൽ ടു 9ഉം ആണെങ്കിൽ സിസ്റ്റത്തിന് എന്തുണ്ട്? സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു കേസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് കേസ് 1. എന്താണ്? എ ഈസ് ഈക്വൽ ടു 3 ആൻഡ് ബി നോട്ട് ഈക്വൽ ടു 9. 9 ആണെങ്കിൽ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റന്റ്. വിച്ച് മീൻസ് ഇറ്റ് ഹാസ് നോ സൊല്യൂഷൻ. ഓക്കെ. ഇനി അടുത്തൊരു കേസ് പറഞ്ഞു, കേസ് 2. കേസ് 2ന്റെ കേസിൽ എ ഈസ് ഈക്വൽ ടു 3യും ബി ഈസ് ഈക്വൽ ടു 9ഉം ആണെങ്കിൽ റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും 2 ആണ്. ആൻഡ് ദിസ് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ്. ഇവിടെ നമ്പർ ഓഫ് വേരിയബിൾസ് 3 ആണ്. സോ ദിസ് റാങ്ക് ഈസ് ലെസ് ദാൻ 3. ഓക്കെ. അപ്പോൾ റാങ്ക് ഓഫ് എ ബി അല്ലെങ്കിൽ റാങ്ക് ഓഫ് എ ലെസ് ദാൻ 3 എന്ന് കിട്ടും. സോ ഇതിൻ്റെ ഈ കേസിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. കാരണം സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്, പക്ഷേ റാങ്കും നമ്പർ ഓഫ് വേരിയബിൾസും ഈക്വൽ അല്ല. റാങ്ക് ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. സോ ഈ രണ്ട് കേസായി. എ ഈസ് ഈക്വൽ ടു 3യും ബി ഈസ് ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു 9ഉം ആണെങ്കിൽ നോ സൊല്യൂഷൻ. എ 3യും ബി ഈസ് ഈക്വൽ ടു 9ഉം ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. അടുത്ത കേസ് എന്താണ്? കേസ് 3. നമ്മൾ ഇതെല്ലാം പ്രൊസീഡ് ചെയ്തത് എ മൈനസ് 3 മൈനസ് എ ഈക്വൽ ടു 0 എന്നുള്ള കേസാണ്. സോ എ നോട്ട് ഈക്വൽ ടു 3 ആകുന്ന കേസ്. എ നോട്ട് ഈക്വൽ ടു 3 ആകുന്ന കേസിൽ 3 മൈനസ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ആ കേസ് നമ്മുടെ മെട്രിക്സ് എടുക്കുക. ഇതാണ് നമ്മുടെ മെട്രിക്സ്. 1 0 0 0 0 1 1 3 0 0 3 മൈനസ് എ ബി മൈനസ് 3. ഓക്കെ. 1 0 0 0. ഓക്കെ. സോ ഇവിടെ 3 മൈനസ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പോൾ ഈ റോയെ 3 മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ. സോ R3 ഇംപ്ലൈസ് R3 ഡിവൈഡഡ് ബൈ 3 മൈനസ് എ. ഇത് 0 അല്ലെങ്കിൽ മാത്രമേ ഡിവിഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. സോ ദ മെട്രിക്സ് ബിക്കംസ് 1 0 0 0 0 1 1 3 0 0 1 b മൈനസ് 3a ഡിവൈഡഡ് ബൈ 3 മൈനസ്. ഓക്കെ. ഇനി നമുക്ക് ഈ എൻട്രിയെ, അപ്പോൾ ഇതിൻ്റെ റാങ്ക് ഇതിൽ നിന്ന് ഈ എൻട്രി അടുത്തത് 0 ആക്കാം. നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ നമുക്ക് റാങ്ക് ഇതിൻ്റെ ഈ എൻട്രി 1 ആയതുകൊണ്ട് ഇതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇതിനെ 0 ആക്കിയിട്ടുള്ള നമ്പർ ഓഫ് നോൺ സീറോ റോസ് എന്ത് കിട്ടും? 3 തന്നെ കിട്ടും. ഓക്കെ. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. സോ റാങ്ക് ഓഫ് എ ഇതിനെ നിങ്ങൾ 0 ആക്കുക. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് റാങ്ക് എഴുതാം. ഇത് 1 ആയതുകൊണ്ട് നോൺ സീറോ റോസിൻ്റെ എണ്ണം എന്താണ്? 3 ആണ്. സോ റാങ്ക് ബിക്കംസ് 3. സോ റാങ്ക് ഓഫ് എ ബിക്കംസ് 3. ഇനി റാങ്ക് ഓഫ് എ ബിക്കകത്തും 3 നോൺ സീറോ റോസ് ഉണ്ട്. വിച്ച് മീൻസ് റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 3 ആസ് വെൽ. ഈസ് ഈക്വൽ ടു 3, വിച്ച് ഈസ് ദ നമ്പർ ഓഫ് വേരിയബിൾസ്. Which is equal to 3. So unique solution. ഓക്കെ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഇത് 0 ആക്കാം. 0 ആക്കിയിട്ട് വേണമെങ്കിലും എക്യൂട്ട് ഫോമിലാക്കാം. ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഈ സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് 3 ആയതുകൊണ്ട് റാങ്ക് 3 എന്ന് എഴുതാം. അല്ലെങ്കിൽ വി ഡു ദാറ്റ് ആസ് വെൽ. സോ മെട്രിക്സ് എ ബി നമ്മൾ ഈ എൻട്രിയെ മാത്രം ഈ എൻട്രിയെ 0 ആക്കണം. സോ 1 മൈനസ് 1 ചെയ്താൽ മതി. ഈ എൻട്രി ഓൾറെഡി 0 ആണ്. സോ നമ്മൾ ചെയ്യുന്ന പ്രോസസ് R2 implies R2 minus R2. So matrix becomes 1 0 0 0 0 1 0 3 minus
ഈ എൻട്രി കുറയ്ക്കുകയാണ്. b minus 3a divided by 3 minus a 0 0 1 b minus 3a 3 minus. Okay, this is the echelon form. ഇപ്പോൾ നോൺ സീറോ റോസിൻ്റെ എണ്ണം 3 എന്ന് കിട്ടി. അതുകൊണ്ട് റാങ്ക് എ ബിയും റാങ്ക് ഓഫ് എയും 3 ആണ്. നമ്പർ ഓഫ് വേരിയബിൾസ് നോട്ട് ഈക്വൽ ആണ്, വിച്ച് മീൻസ് ഇറ്റ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ. സോ എ നോട്ട് ഈക്വൽ ടു 3 ആണെങ്കിൽ ഇറ്റ് ഹാസ് എ യൂണിക് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു എ 3യും ബി നോട്ട് ഈക്വൽ ടു 9 ആണെങ്കിൽ സൊല്യൂഷൻ ഇല്ല. എ ഈസ് ഈക്വൽ ടു 3യും ബി ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. എ നോട്ട് ഈക്വൽ ടു 3 ആണെങ്കിൽ ബിയുടെ വാല്യൂ എന്താണെങ്കിലും ഡസ് നോട്ട് അഫക്റ്റ് ദ ഹോൾ തിങ്, ഇറ്റ് ഹാസ് യുണീക് സൊല്യൂഷൻ. സോ ദിസ് ഈസ് ദ കേസ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്.